കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, വീണ്ടും നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ പരിശുദ്ധ ദൈവം തരുന്ന പരിപാവനമായ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാവിലെ തോറും ദൈവമായ കർത്താവ് നമുക്ക് നൽകിത്തരുന്ന സ്വർഗീയ മന്നയിൽ നിന്ന് ഓരോ ദിവസവും നമ്മളെ ശക്തിപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, കൃപ പ്രാപിച്ച് അനുദിന ജീവിതത്തിന് മാത്രമല്ല അന്ത്യം വരെ നമ്മളെ കാക്കുവാനും തിരുവെഴുത്ത് പര്യാപ്തമാക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം കാത്തിരുന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ വചനം തന്നും വാഗ്ദത്തമുറപ്പിച്ചും നമ്മെ ശക്തീകരിക്കുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ഏക സത്യ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും നന്ദിയും കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ലളിതമായ ഒരു ചിന്തയ്ക്ക് ആഹ്വാനമായി തിരുവെഴുത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 4-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവസാനത്തെ വാക്ക് അഭിമാനം തോന്നണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ ആദ്യം താൻ എഴുതിയ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമെന്ന് പറയുന്നു. ആ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം 4-5 അധ്യായങ്ങൾ സഹോദരങ്ങളോടെന്ന വണ്ണം സഭാജനങ്ങളോട് തനിക്ക് ലഭിച്ച ആത്മീക പ്രകാശനം, പ്രത്യേകാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യം അതിശക്തമായി പറഞ്ഞു ബോധിപ്പിക്കുന്ന പ്രബോധന വാക്കുകളായിട്ടാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്കുകൾ 11-12 വാക്യങ്ങൾ കാണാൻ കഴിയുന്നു. 12-ാമത്തെ വാക്യത്തിൽ ഞാൻ എടുത്തു പറഞ്ഞ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അഭിമാനം തോന്നണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കുറച്ചുകൂടെ തെളിച്ച് അതിനെ ഒരു ക്യാപ്ഷനാക്കിയാൽ, ഒരു ടൈറ്റിലാക്കിയാൽ അഭിമാനം തോന്നുന്ന ജീവിതം. അഭിമാനം തോന്നുന്ന ജീവിതം. എന്താണെങ്കിലും തിരക്കായി ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നതിൽ ഒരുപാട് പേര് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ജീവിക്കാൻ വേണ്ടി തത്രപ്പാട് നയിച്ച് മത്സര പരീക്ഷകൾ നടത്തി പഠിച്ച് ജയിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്ത് പോയി ജീവിക്കുന്നവരാണെന്നറിയാം. അതിശക്തമായ പ്രതിസന്ധികളെ തരണം ചെയ്ത് മാതാപിതാക്കളുടെയും മറ്റുള്ളവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ലോകോത്തര നിലവാരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തിപ്പിടിച്ച് ഇന്ന് ജീവിതം 2 അറ്റം കൂട്ടിമുറ്റിക്കാൻ വേണ്ടി വളരെ ശക്തമായി അഹോരാത്ര അധ്വാനം, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ജീവിതസാഗരം നീന്തിക്കടക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ദമ്പതികളായിരിക്കാം. നിങ്ങളെവിടായിരുന്നാലും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ഒപ്പം ജീവിക്കാൻ വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു പോകുമ്പോൾ ഈ തിരക്കിനിടയിൽ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ജീവിക്കുന്നു, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായി നിൽക്കുന്നു. ശരിയായിരിക്കാം. എന്നാൽ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു തിരിഞ്ഞു നോട്ടം ഉണ്ടാകും. മക്കളുടെയൊക്കെ കൂടെ താമസിക്കുന്ന പ്രിയപ്പെട്ടവരിത് കേൾക്കുന്നുണ്ടായിരിക്കും. അധ്വാനമൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് കൊച്ചുമക്കളെ നോക്കി ചിലപ്പോൾ മക്കളുടെ കൂടെ ലോകത്തിൻ്റെ നല്ല രാജ്യത്തൊക്കെ ജീവിക്കും. വലിയ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ പ്രാർത്ഥനയെ ആയുധമാക്കി ദൈവകൃപയിൽ ആശ്രയിച്ച് ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ പിൻബലത്താൽ ദൈവദാസന്മാരുടെ ശുശ്രൂഷയുടെ കരുണയാലൊക്കെ അതിശക്തമായിരിക്കുന്ന കോട്ടകൾ പൊളിച്ച് നമ്മളെ നേരെ നിർത്തിയ ഇന്നലകളെ ഓർക്കുന്നുണ്ടായിരിക്കും. എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തുമ്പോൾ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരഭിമാനമുണ്ടാകാൻ, ആ വാക്ക് ഞാൻ പൗലോസിൽ നിന്ന് വീണ്ടും അടർത്തിയെടുക്കുകയാണ്. അഭിമാനം തോന്നുന്ന ആ വാക്ക് കണ്ടോ, അഭിമാനം തോന്നുന്ന ജീവിതം. കർത്താവ് വരാൻ താമസിച്ചാൽ ജീവിതത്തിൻ്റെ സായാഹ്നം നമുക്കും കിട്ടിയാൽ പുറകോട്ട് നോക്കുമ്പോൾ ഒരു 50 വയസ്സ്, 55 വയസ്സ്, 60, 70 എത്രയാകട്ടെ, ആ പ്രായത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനം തോന്നണം. അഭിമാനം. എനിക്ക് തോന്നുന്നു ഈ വാക്യം ഞാൻ ഒന്നോടെ തെളിച്ചെൻ്റെ മനസ്സിലേക്ക് കയറ്റിയപ്പോൾ 50, 60, 70, 80 വരെയൊന്നും പോകണ്ട, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ നല്ല പ്രായത്തിൽ തന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് അഭിമാനം തോന്നണം. അതിനവിടെ പറയപ്പെട്ടിരിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ വായിച്ച 11-12 വാക്യത്തിനകത്തുണ്ട്. ഞാനതിനെ ഇടഞ്ഞെടുത്ത് കയ്യിൽ തരാം.
ഒന്ന് പൗലോസ് പറയുന്നു, പുറത്തുള്ളവരോട് മര്യാദയായി നടക്കുക. പുറത്തുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവസഭ. അത് അകത്ത് കയറിയവരെ, ഇടുക്കവാതിലിലൂടെ അകത്ത് കടപ്പീൻ എന്നൊക്കെ കർത്താവ് പറഞ്ഞില്ലേ? എന്തിൻ്റെ അകത്തേക്കാ? ദൈവരാജ്യത്തിൻ്റെ, ദൈവസഭയുടെ, ആത്മീകതയുടെ, അപ്പൻ്റെ വീട്ടിലേക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു കോമൺ ലൈഫ് അല്ലല്ലോ ക്രിസ്തീയ ജീവിതം. സാമൂഹ്യ ജീവിതമല്ല, ലോക ജീവിതമല്ല, പ്രാകൃത ജീവിതമല്ല. ആത്മീക ജീവിതം അപ്പൻ്റെ വീട്ടിലെ ജീവിതമാണ്. അറിയാൻ ആഗ്രഹിക്കുന്നവർ വിശദീകരണം തേടുക. കാരണം അത്ര ഗൗരവമാണ് ആത്മീക ജീവിതമെന്ന് പറയുന്നത്. അപ്പോൾ അവരകത്ത് കടന്നവരാണ്, അവരകത്തുള്ളവരാണ്. അതുകൊണ്ടാണ് പുറത്തുള്ളവരോട് എന്നൊരു വാക്ക് ഉപയോഗിച്ചത്. ഇപ്പോൾ ലോകത്തിൻ്റെ ജനതകളെ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ രണ്ടായി തിരിക്കുന്നു, അകത്തുള്ളവരും പുറത്തുള്ളവരും. ഒന്ന് നിന്നേ, എന്നെ കേൾക്കുന്ന നിങ്ങൾ, എത്ര നാളാണ് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളുടെ മനസ്സിനകത്ത് ചുമ്മാ ഒരു തോന്നൽ വെച്ച് ആണിയടിക്കരുത്. ഉറപ്പോടെ പറയാൻ പറ്റുമോ ഞാൻ അകത്തുള്ളവരുടെ ഗണത്തിലാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതും കൂടി മനസാക്ഷിയോട് പറയണം, എന്നോട് പറയണ്ട. അതെയോ പുറത്തുള്ളവരാണോ? അകത്തുള്ളവരും പുറത്തുള്ളവരും എന്ന് വേദപുസ്തകത്തിൽ ഇനിയും വാക്യമുണ്ട്, സ്പഷ്ടമാണ്. തിരിച്ചറിയണം, നമ്മൾ അകത്ത് കയറിയോ? അങ്ങനെയാണെങ്കിൽ എന്നാണ് കയറിയത്? അകത്ത് കയറിയെന്നതിൻ്റെ വ്യത്യാസം എന്താണ്? പുറത്തായിരുന്നപ്പോൾ എന്തായിരുന്നു? അകത്ത് കയറിയതിന് ശേഷം എങ്ങനെയുണ്ട്? ഇതൊക്കെ തന്നെത്താൻ ഒരു പേപ്പറിനകത്ത് എഴുതി നോക്കിയേ, ഒക്കോന്ന് നോക്കിയേ. നമുക്ക് നമ്മളെ പരിശോധിക്കണമല്ലോ. പരിശോധിക്കുമ്പോൾ നമ്മൾ അകത്താണോ പുറത്താണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിവേ, അഭിമാനത്തോടെ ജീവിതം തീർക്കണമെങ്കിൽ ഒന്ന്, പുറത്തുള്ളവരോട് മര്യാദയോടെ, വളരെ ഡീസൻ്റായി, കേസില്ല, വഴക്കില്ല, പ്രശ്നമില്ല, തമ്മിത്തല്ലില്ല, അവനത് ചെയ്ത് ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചില്ല. ഒന്ന്, പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പ്. രണ്ട്, ഒന്നിനും മുട്ടില്ലാതിരിപ്പാൻ. അങ്ങനെ ഒരു ജീവിതം കിട്ടും പാസ്റ്ററേ? ഞാനൊരു കാര്യം പറയും, എല്ലാം ഈ ഡെബിറ്റ് കാർഡ് കൊണ്ട്, ക്രെഡിറ്റ് കാർഡ് കൊണ്ടല്ലേ. ചുമ്മാ പോയി കടം മേടിച്ച്, വണ്ടി, വാഹനം, വീട്, അത് ഇത്, വസ്ത്രം, ചെരുപ്പ്, പിള്ളേരുടെ, അതൊക്കെ കടം മേടിച്ച് നമുക്ക് കൊടുത്താൽ തീർക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും. ഒരു നല്ല ജീവിതം നയിക്കുവാണെങ്കിൽ, വലിയ ആഡംബരവും അത്യാഗ്രഹവും ഒന്നുമില്ലെങ്കിൽ, ഒന്നിനും മുട്ടില്ലാത്ത അങ്ങനൊരു ജീവിതം നയിക്കാൻ പറ്റും. ക്രിസ്തീയ ജീവിതം അങ്ങനെ തന്നെയാണ്, ഒന്നിനും മുട്ടില്ലാത്ത. ദാവീദ് പറഞ്ഞില്ലേ, എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന്. ദൈവത്തെ കൂട്ടുകിട്ടിയവൻ എല്ലാം വാരി വലിച്ച് നെഞ്ചത്തേക്ക് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കരുത്. ഒന്നിനും മുട്ടില്ലാതെ ജീവിക്കുക. വലിയ കൊള്ളക്കാരനും സമ്പന്നനുമായി എന്നതിന് അർത്ഥമില്ല, പക്ഷെ മുട്ടില്ലാതെ ജീവിക്കുക. മൂന്നാമത്തെ കാര്യം, അടങ്ങിപ്പാർക്കുക എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടും വെപ്രാളവും തമ്മിത്തല്ലും കേസും വഴക്കും ഗുണ്ടായുസവും, ആരാണ്ടേയും കസവര ഒടിച്ചിട്ട് ആ കസേര കയറിയിരിക്കാനുള്ള വെപ്രാളവും, അവിടത്തെ പോലത്തെ ഇവിടെ ആകാനുള്ള ഓട്ടവും ചാട്ടവും, അയ്യോ, ഇതെല്ലാം കൂടി ചേർത്ത് ആകെപ്പാടൊരു മെനകേടാക്കാതെ അടങ്ങിപ്പാർക്കുക. അത് കഴിഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കുക. സ്വന്തം കാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ എന്തോരം ഉത്തരവാദിത്തം എന്നറിയാമോ? നമ്മൾ തല ചീകി, കുളിച്ചു, ഷേവ് ചെയ്തു, തുണി തേച്ചു, വടിവത്ത് മടക്കി കൊണ്ട് നടന്നു എന്നുള്ളതല്ല സ്വന്തം കാര്യം നോക്കുന്നത്. ലൈഫിലെ കാര്യം, തുണി തേച്ചോ, മുടി ചീകിയോ, പെർഫ്യൂം അടിച്ചോ എന്നുള്ളതല്ല കാര്യം. നീ നിൻ്റെ സ്വന്തം കാര്യം നോക്കും. സ്വന്തം ആത്മാവിൻ്റെ കാര്യം, നിത്യത ഉറപ്പാക്കിയ കാര്യം, അങ്ങനെ എന്തെല്ലാം കാര്യമാണ്. സ്വന്തം കാര്യം ഞാൻ വിശദീകരിക്കാൻ നോക്കിയ പ്രസംഗമായി പോവും. ഇതൊരു പ്രബോധനമല്ലേ, ഒരു ഷോർട്ട് മെസ്സേജ് അല്ലേ ഇത്? അതുകൊണ്ട് പ്രസംഗിയർ ഇതിനെ വൈഡായിട്ട് ജനത്തോട് സഭയെ പറഞ്ഞ് പഠിപ്പിക്കുക. സ്വന്തം കാര്യം നോക്കുക. അടുത്തത് എഴുതിയിരിക്കുന്നത്, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുക. ആരെയും പറ്റിച്ചവൻ്റെ 10 രൂപ നമ്മുടെ കയ്യിലുണ്ടാകരുത്. ഒരുത്തൻ്റെയും ഒരു സേഫ്റ്റി പിന്ന് പോലും വേണ്ട നമുക്ക്. സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയത്, കർത്താവിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ദൈവം തന്നത്, സ്വന്തം കൈകൊണ്ട്, കഠിനാധ്വാനത്തിൻ്റെ കൂലി. ഓക്കെ, 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പുറത്തുള്ളവരോട് മര്യാദയായി നടക്കുക, ഒന്നിനും മുട്ടില്ലാതെ ജീവിക്കുക, അടങ്ങി പാർക്കുക, സ്വന്തം കാര്യം നോക്കുക, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുക. ഇത്രയും കാര്യം ചെയ്താൽ അഭിമാനത്തോടെ, അല്ലേ, അഭിമാനം തോന്നണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അഭിമാനം തോന്നണം. നടക്കുമോ പാസ്റ്ററേ? നടക്കും. ഇന്നൊരു പക്ഷേ ഞാനിത് ഉപദേശിക്കുമ്പോൾ, ഞാൻ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരുമ്പോൾ നമുക്കൊത്തിരി കുറവ് കാണും, മുട്ട് കാണും, ചിലപ്പോൾ ഇച്ചിരി പ്രശ്നം കാണും. പക്ഷെ ഇന്നിവിടെ വെച്ച് ദൈവത്തോട് പറയാമോ, ഈ വാക്യം അടിവരയിട്ടിട്ട് ഈ 2024 എൻ്റെ ജീവിതം കൂടി അഭിമാനത്തോടെ ആകാൻ ഇടയാകണമെന്ന്?
ജീവിക്കുവാണെങ്കിൽ, അതും കർത്താവിനെ കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സഭയിൽ ജീവിക്കുകയാണെങ്കിൽ അഭിമാനത്തോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ, അതിനവസരം ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ സന്ദേശത്തിന് ഉപസംഹാരം കുറിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നോടെ പറയുന്നു, ജീവിക്കുന്നെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന പോലെ പൗലോസ് തെസ്സലോനിക്കരോട് പറഞ്ഞതുപോലെ അഭിമാനം തോന്നണം. മറ്റൊരുത്തിൻ്റെ ജീവിതം കണ്ടിട്ടല്ല, സ്വന്തം ജീവിതത്തിൽ നോക്കി, സ്വന്തം കുടുംബത്തിൽ നോക്കി അഭിമാനം തോന്നണം. നന്നായി മനസ്സിരുത്തുക, വിലയിരുത്തുക, അതിനായി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഞാനിപ്പോഴൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഈ സന്ദേശത്തിനായി സ്തോത്രം. അഭിമാനം തോന്നുന്നൊരു ജീവിതം കർത്താവ് ഞങ്ങൾക്ക് തരണേ. ഈ പറഞ്ഞതൊക്കെ അനുസരിപ്പാൻ ഇടയാകണേ. ദൈവം പ്രവർത്തിക്കണമേ. നാണം കെട്ടു പോകാതെ, തലകുനിച്ചു പോകാതെ, അങ്ങ് ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതുവരെയും ഈ ലോകത്തിൽ അഭിമാനത്തോടെ ജീവിപ്പാൻ ഈ പുസ്തകം ഞങ്ങളെ അനുവദിക്കുന്നത് കൊണ്ട് ഞങ്ങളത് ചോദിക്കുന്നു. ദൈവം സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.